ബിഗ് ബോസ് മലയാളം സീസൺ 7 26ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നലെയുടെ ബാക്കി എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്, രാജാവിനെ പോലെ നിന്നവൻ, നിലപാടിനു വേണ്ടി ജീവിതം തന്നെ ഹോമിക്കുവാൻ തയ്യാറായവൻ, ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്തവൻ, അങ്ങനെ ബിഗ് ബോസ് വീട് വിട്ട് ധൈര്യത്തോടുകൂടി ഇറങ്ങി ഓടിപ്പോയവൻ ഇപ്പോൾ ദേ ലേലുവല്ലു എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വന്നിരിക്കുകയാണ്. പുലി പോലെ പോയവൻ എലി പോലെ ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ബിഗ് ബോസിന്റെ കാലു പിടിച്ച് കരഞ്ഞ് കേണപേക്ഷിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് അപ്പോഴത്തെ വികാരാവേശത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്, എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഒരു ചാൻസ് എനിക്ക് തരണം, ഇത് പറഞ്ഞ് ബിഗ് ബോസിന്റെ കാലു പിടിച്ച് വീണ്ടും BB ഹൗസിനകത്തേക്ക് അയാൾ മടങ്ങി വന്നിരിക്കുകയാണ്. അതെ, നിലപാടുകളുടെ രാജകുമാരനായ നെവിൻ തമ്പുരാന്റെ മടങ്ങിവരവിൽ അനുയായികൾക്ക് അല്പമൊന്നുമല്ല ആവേശമുണ്ടായത്. പ്രത്യേകിച്ച് തമ്പുരാട്ടി ഇന്നലെ മുതൽ ഊണും ഉറക്കവുമില്ലാതെ വല്ലാത്ത അങ്കലാപ്പിലും വേദനയിലുമായിരുന്നു. തമ്പുരാന്റെ മുഖം കണ്ടതോടുകൂടി ആ വേദനയെല്ലാം പമ്പ കടന്നു ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. വീട്ടുകാരെല്ലാം ആഘോഷത്തിലാണ്. പക്ഷെ അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ ആഘോഷവും ആ സന്തോഷവും എല്ലാം മുഖത്തുനിന്ന് പെതിയെ മായുവാൻ തുടങ്ങി. എന്താണ് അതിന്റെ കാരണം? മടങ്ങി വരുന്ന തമ്പുരാൻ വർദ്ധിത വീര്യത്തോടുകൂടി അനുമോളെ തുരത്തി അടിക്കും എന്നുള്ള ചിന്തയിലായിരുന്നു വീട്ടുകാരെല്ലാവരുമായിരുന്നത്. പക്ഷേ അവരോടിപ്പോൾ തമ്പുരാൻ പറയുകയാണ്, ഇന്നലെ വരെ സംഭവിച്ചതെല്ലാം ഞാൻ മറന്നു, ഇനിയിപ്പോൾ പുതിയൊരു ഗെയിം എൻ്റെ ജീവിതത്തിൽ തുടങ്ങുകയാണെന്ന്. അത്രയും കേട്ടപ്പോഴേക്കും ആവേശമെല്ലാം എങ്ങോട്ടോ ഉരുകിയൊലിച്ചു പോയതുപോലെ ആയിപ്പോയി. പതിയെ ഓരോരുത്തർ പിൻവാങ്ങാൻ തുടങ്ങി. തമ്പുരാൻ വല്ലാതെ നിരാശപ്പെടുത്തി കളഞ്ഞു. കനത്ത ഇച്ഛാഭംഗം തന്നെയാണ് എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അത് പുറമെ കാണിക്കുവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഓരോരുത്തരും തനത് കലാപരിപാടികളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എന്താണ് തനത് കലാപരിപാടി? അനുമോളാണ്. അനുമോളെ ആക്രമിച്ച് ആണത്തം കാണിക്കുക എന്നുള്ളതാണല്ലോ അവിടെയുള്ള പല ആണുങ്ങളുടെയും ഇപ്പോഴത്തെ ഒരു ലഹരി. തന്നെയുമല്ല, അനുമോൾ ഈ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയില്ല, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കരയും. അതൊക്കെ കൊണ്ട് തന്നെ എളിയടം കണ്ടു വാദം കോച്ചും എന്ന് പറഞ്ഞതുപോലെ അനുമോളുടെ അടുക്കൽ മാത്രമേ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റൂ എന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ കലാപരിപാടി തന്നെയാണല്ലോ അധികം വിയർപ്പൊഴുക്കാതെ നടത്താൻ കഴിയുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ മനസ്സിൽ ഇതാണ് ഗെയിം എന്നൊരു ചിന്തയുണ്ട്. അനുമോളുടെ ചുറ്റും ഇങ്ങനെ ഓടി നടക്കുക, പൂച്ച എലിയെ പിടിച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളിക്കുന്നത് പോലെ തട്ടിക്കളിക്കുക, ഇതാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും നല്ല ഗെയിമെന്നാണ് ഈ പൊട്ടൻ ഗുണാപ്പന്മാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ആ കളി അങ്ങോട്ട് തീരാൻ പോവാണ്. കാരണം പുറത്തു നിന്ന് കളി കണ്ടു മനസ്സിലാക്കിയതിനു ശേഷം അരയും തലയും മുറുക്കി 6-7 വൈൽഡ് കാർഡുകൾ ഈ ഞായറാഴ്ചയോടുകൂടി വീടിനകത്ത് കയറുമെന്നാണ് അറിയുന്നത്. നല്ല ഒന്നാം തരം അടികൊണ്ട് ഓരോരുത്തരും ചുരുളാനുള്ള സാധ്യതയുണ്ട്. കാരണം അനുമോൾക്ക് പുറത്തുള്ള മാരക സപ്പോർട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരൊക്കെ അകത്തേക്ക് വരാൻ പോകുന്നത്. അവർ നല്ല ഒന്നാം തരമായിട്ട് തിരിച്ചടിക്കും. അനുമോൾക്കൊപ്പം ചിലപ്പോൾ അവർ കൂടും. പുറത്തെ ട്രെൻഡുകൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കി കൊടുക്കും. അതോടുകൂടി അനുമോളുടെ കഷ്ടകാലം മാറുമെന്ന് നമുക്കിപ്പോൾ ന്യായമായും പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനു മുൻപായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അപ്പോൾ എപ്പിസോഡ് പാർട്ടോടുകൂടി പതിവ് പോലെ തുടങ്ങുകയായി. അടുത്ത കാഴ്ച, അനുമോള് തന്റെ ഒരു കിറ്റ് തിരക്കി നടക്കുകയാണ്. എന്താണ് ആ കിറ്റിനകത്തുള്ളത്? സോപ്പ്, ബ്രഷ്, പേസ്റ്റ്, ബോഡി ലോഷൻ അങ്ങനെയൊക്കെ ഉള്ളത് ഒരു ചെറിയ ബാഗിനകത്താക്കി വെച്ചിരുന്നതാണ്. ഈ സാധനം കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടു പോയി. എല്ലാവരുടെ കയ്യിലും ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ അനുമോളുടേത് മാത്രമായി ആ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എവിടെയാണ് എന്ന് അനുമോൾക്ക് അറിയില്ല. ആ വീട് മുഴുവനും അരിച്ചു പെറുക്കി നടക്കുകയാണ്, എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടി. പക്ഷെ കണ്ടെത്തിയില്ല. എന്നിട്ടോ രാത്രി 2 മണിയോളമായി കഴിയുമ്പോൾ ആര്യനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുകയാണ്. അതെന്താണ് ആര്യനെ മാത്രം ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത്? ആര്യൻ ആ സമയത്ത് ജിസേലിനെ കെട്ടിപ്പിടിച്ച് ഒരു പുതപ്പിന്റെ അടിയിൽ നല്ല സായുജ്യം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രസം കെടുത്തിക്കൊണ്ടാണ് ഇവർ പോയി കിറ്റിന്റെ കാര്യം പറഞ്ഞ് അയാളെ അലോസരപ്പെടുത്തുന്നത്. ആ പാവം എടുത്തിട്ടില്ല കേട്ടോ. അമ്മച്ചിയാണേ സത്യം, ആ പാവം ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പാനിയോട് പോയി കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അപ്പാനിയോട് പറയുന്നത്? ആര്യൻ തന്റെ കിറ്റ് എടുത്തുന്നാ. എങ്ങനെ മനസ്സിലായി ആര്യൻ കിറ്റ് എടുത്തുന്ന്? അല്ല, അനുമോൾക്ക് ഉറപ്പുണ്ട് ആര്യൻ കിറ്റ് എടുത്തു എന്നുള്ളത്. ലൈവിൽ കഴിഞ്ഞ രാത്രിയിൽ ഭയങ്കര ബഹളം അതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്. എന്നിട്ടൊടുവിൽ അപ്പാനി വന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ബിഗ് ബോസിനോട് പറയുകയാണ്, അനുമോളുടെ കിറ്റ് കളഞ്ഞു പോയിട്ടുണ്ട്, ബിഗ് ബോസ് അതിനകത്തൊന്ന് ഇടപെടണം, അത് ആരാ എടുത്തതെന്ന് അറിയില്ല, അനുമോൾ വലിയ സങ്കടത്തിലാണ്, പ്രശ്നം പരിഹരിക്കണം എന്നൊക്കെ. പക്ഷേ അനുമോൾക്ക് ഉറപ്പുണ്ടായിരുന്നു ആര്യൻ തന്നെ എടുത്തതെന്ന്. എന്നാൽ കാണാത്ത കാര്യം എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് വീണ്ടും ആ വീട് മുഴുവനും അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളത് പറയാമല്ലോ, ആര്യൻ ഒറ്റയ്ക്കല്ല അതെടുത്തത്. ആര്യന്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അതാരാണെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അതെ, നിങ്ങൾ ഊഹിച്ച ആൾ തന്നെയാണ്. ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ കള്ളി. ആ കള്ളിയും കള്ളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയാണ് ഈ ഒരു പണി ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇവർക്കൊക്കെ ഇതാണ് ഗെയിം എന്ന് വെച്ചാൽ കുട്ടിത്തം വിട്ടുമാറാത്ത കൊച്ചു കുട്ടികളാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ റിയാലിറ്റി ഷോയുടെ ഉള്ളിൽ വന്നിട്ട്
LKG-യിലും UKG-യിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഓരോരോ കൊച്ചു കൊച്ചു തമാശകൾ കാണിച്ച് അങ്ങനെ നടക്കുന്ന അത്രയുമുള്ള ബുദ്ധി വളർച്ച ഇവർക്കൊക്കെ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആര്യൻ കാണിക്കുന്ന ഓരോ ചേഷ്ടകൾ കണ്ടിട്ട് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട്. പഴയ LKG ആ പാൽക്കുപ്പി സ്റ്റാൻഡേർഡിലേക്ക് ഇയാൾ മടങ്ങിപ്പോയോ എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലായില്ലായിരിക്കും. പക്ഷെ ബിഗ് ബോസിന് വരെ അത് പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. അതായത് സാഹചര്യത്തോടുള്ള ബന്ധത്തിലല്ല നിങ്ങളുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്. ചിരിക്കേണ്ട സമയത്ത് നിങ്ങൾ കരയുകയും കരയേണ്ട സമയത്ത് നിങ്ങൾ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ പ്രതികരിക്കുവാൻ അറിയാവുന്ന പക്വതയുള്ളവരായ പ്രേക്ഷകർ ഇതങ്ങ് ക്ഷമിച്ചു കൊടുക്കുക മാത്രമേ നിർവാഹമുള്ളൂ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് ശേഷം നടന്ന ലൈവിലുമൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച ആൾക്കാർക്ക് മനസ്സിലാകും ഈ കള്ളി വളരെ വ്യക്തമായി പൊളിക്കപ്പെടുന്നുണ്ട്. ആര്യന്റെ പിറകിന് നടക്കുകയാണ്. കിറ്റ് കിട്ടിയേ പറ്റൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് അനുമോള് കരഞ്ഞു കൂവി നടക്കുകയാണ്. ആര്യൻ പറയുന്നുണ്ട്, ഞാനത് എടുത്തിട്ടില്ല, ഞാനത് എടുക്കുകയുമില്ല, നിന്റെ ഒരു സാധനത്തിന്റെയും ആവശ്യം എനിക്കില്ല. എന്നിട്ട് പറയുന്നുണ്ട്, എടി ചപ്പാത്തി കള്ളി, നീയാണ് ഇവിടെ മോഷണം നടത്തുന്നത്, നിന്റെ സാധനമൊന്നും മോഷ്ടിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് താൻ അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറയുകയാണ്, ദേ എന്റെ എന്തെങ്കിലും സാധനം ഇവിടുന്ന് മോഷണം പോവുകയാണെന്നുണ്ടെങ്കിൽ നീയാണ് കള്ളി, നിന്നെ തന്നെ ഞാൻ പിടിക്കത്തുള്ളൂ. വിരട്ടി നിർത്തുകയാണ്. ഒരു മുൻകൂർ ജാമ്യം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയുവാനും കഴിയും. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അനുമോൾ വാഷ്റൂം ഏരിയയിൽ നിൽക്കുകയാണ്. കൂട്ടുകാരി അവിടെയുണ്ട്, ആസ്ഥാന കള്ളി. ആ സമയത്ത് ഇദ്ദേഹം വന്നു പറയുന്നു, എന്റെ പേസ്റ്റ് കാണുന്നില്ല. അനുമോളെ, നീയല്ലേ എടുത്തേ, എവിടെയാ കൊണ്ടുവച്ചതെന്ന് നീ മര്യാദയ്ക്ക് പറഞ്ഞോണം. അനുമോള് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ വീണ്ടും, നിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ അടിച്ചു മാറ്റും, ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് എന്റെ ടൂത്ത് പേസ്റ്റ് താ. ഇതെല്ലാം കേട്ടിട്ടും അനുമോള് ഈ ചത്ത പോലെ കിടന്നേക്കാം എന്ന് പറയുന്നത് പോലെ കണ്ണാടിയിൽ നോക്കി ഒരു നിർഗുണ പരബ്രഹ്മം പോലെ നിൽക്കുകയാണ്. അപ്പോഴേക്കും കേസ് കൂട്ടുകാരി ഏറ്റെടുത്തു. കള്ളി എവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള സാധനമൊന്നും അവള് കണ്ടിട്ടില്ലായിരിക്കും, ഇവിടെ വലിയ CID കളിച്ച് നടക്കുകയാണ്. എന്നാൽ കള്ളി ആരാണെന്ന് മനസ്സിലായില്ലേ? അപ്പോഴേക്കും അനുമോൾക്ക് പൊട്ടി. അനുമോൾ പറഞ്ഞു, കള്ളി നീയാണ്, ഇവിടെ ലോകം മുഴുവൻ കണ്ടതാണ് ആരാണ് ഇവിടെ കക്കുന്നതെന്ന്. പിന്നീട് കുറെ നേരം അവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ശരിക്കിന് കൊടുക്കുന്നുണ്ട്. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ അടുത്ത പൊട്ടിത്തെറി വീണ്ടും ബെഡ്റൂമിൽ നടക്കുകയാണ്. അവിടെയും താരങ്ങൾ ആര്യനും അനുമോളും തന്നെയാണ്. ആര്യൻ ഇവിടെ ഒരു കുസൃതി കാണിച്ചു, ഒരു കുരുത്തക്കേട് കാണിച്ചു. അതായത് അനുമോളുടെ ജീവാത്മാവും പരമാത്മാവുമായിരിക്കുന്ന ഒരു ചെറിയ ഡോളുണ്ട്, ഒരു പാവക്കുട്ടി. അത് കട്ടിലിന്റെ മുകളിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അനുമോളോടുള്ള സകല ദേഷ്യവും ആര്യൻ അതിൽ തീർത്തു. ഒരൊറ്റ പഞ്ച് കൊടുത്തു. ആ പാവം മറിഞ്ഞ് താഴെ വീണു. അനുമോൾ മടങ്ങി വരുമ്പോൾ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു ഇങ്ങനൊരു പരിപാടി അവിടെ നടന്നുവെന്ന്. അനുമോൾ വേഗം അടുക്കളയിലേക്ക് ഓടുകയാണ്. അടുക്കളയിലാണ് ആര്യൻ നിൽക്കുന്നത്. നീ എന്താണ് അവിടെ ചെയ്തത്? നീ എന്തിനാണ് എന്റെ പാവയെ തട്ടിയത്? ഞാൻ പഞ്ചടിച്ചു. എന്താ കാര്യം? അത് നീ എന്റെ പേസ്റ്റ് മോഷ്ടിച്ചിട്ടാണ്. നീ കണ്ടോടാ ഞാൻ പേസ്റ്റ് മോഷ്ടിക്കുന്നത്? വീണ്ടും അടി അടുത്ത ലെവലിലേക്ക് കയറുകയാണ്. ഒടുവിൽ അനുമോൾ പറയുകയാണ്, നീ അനുഭവിക്കൂടാ. നീ ഇവിടുന്ന് പുറത്തു പോകുന്ന സമയത്ത് നിനക്ക് നല്ല ഒന്നാന്തരം ഒരു പേര് വീഴും, പെങ്കോന്തൻ, പെണ്ണാളൻ. വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ അതേ കയറി പിടിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ആര്യന് അങ്ങനെയുള്ള പേരുകൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിനക്കെന്നെ പെങ്കോന്തൻ എന്ന് വിളിക്കണോ, പെണ്ണാളെന്ന് വിളിക്കണോ, വിളിച്ചോ, എത്ര വേണ്ടും വിളിച്ചോ. അത് കേൾക്കുന്നത് എനിക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. കാരണം ഞാനതാണല്ലോ. പക്ഷേ നീ വായി നോക്കിയാണ്, നീ ചിരിച്ച് എല്ലാവരെയും വലയിലാക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴേക്കും അനുവിന് വീണ്ടും പെരുവിരൽ മുതൽ അങ്ങോട്ട് തരിച്ചു കയറി നിൽക്കുകയാണല്ലോ, പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമല്ലോ. ഇല്ലായിരുന്നെങ്കിൽ കയറി ചിലപ്പോൾ അടി കൊടുത്തേനെ. നീ പോടാ പെണ്ണാള, പെൺകോന്തൻ, കോഴി. വയസ്സിന് മൂത്ത ആൾക്കാരെയാണ് അവൻ പ്രേമിക്കാൻ പോകുന്നത്, കോഴി. നൂറ ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ട് വന്നിട്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട് അനുമോളെ. അപ്പോൾ അനുമോള് ചോദിക്കുകയാണ്, എടി എന്താടി ഇവിടെയുള്ളവന്മാർക്ക്? അവന്മാരെ എന്റെ തുണിയെടുക്കുന്നു, എന്റെ ഓരോരോ സാധനങ്ങൾ എടുത്തു മാറ്റുന്നു, എന്റെ പാവക്കുട്ടിയെ ഇടിച്ചു വീഴ്ത്തുന്നു, ഇവന്മാർക്ക് എന്താ പ്രശ്നം? അപ്പോൾ നൂറ, അവന്മാർക്ക് കടി. ഇത് അപ്പുറത്തിരുന്നു കൊണ്ട് നമ്മുടെ പാട്ടുകാരൻ തെറിയൻ കേൾക്കുന്നുണ്ട്. അദ്ദേഹം അത് ഏറ്റുപിടിക്കുകയാണ്. കടികൾ, പരിപ്പുവട, പഴംപൊരി, പക്കവട, സവാളവട, ഉള്ളിവട തുടങ്ങിയിട്ടുള്ള കടികളാണ് ഇപ്പോഴിവിടെ ഉള്ളത്. അനുമോളെ വീണ്ടും മാക്സിമം പ്രകോപിപ്പിക്കുവാനുള്ള ശ്രമം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അനുമോൾ പറയുന്നുണ്ട്, എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിനെ കയറ്റിവിടാതെ എന്തിനാ ഇവന്മാരെയൊക്കെ ഇതിനകത്തേക്ക് കയറ്റിവിട്ടത്? വാക്കുകൊണ്ട് ഇതൊക്കെയാണ് അനുമോള് പറയുന്നതെങ്കിലും എത്രയോ വെള്ളിടികൾ വല്ല പാവങ്ങളുടെയും ഒക്കെ തലയിൽ വെട്ടുന്നുണ്ട്. എന്തുകൊണ്ടാ ദൈവമേ ഇവന്റെയൊക്കെ തലയ്ക്കൊരു ഇടിവെട്ടി പോകാത്തത് എന്നുള്ള അതേ ചിന്തയിലാണ് ഇത് ചോദിക്കുന്നത്. കാരണം അത്രമാത്രം സഹികെട്ടിരിക്കുകയാണ്. അനുമോൾക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നമുള്ളത്. ആദിലയുടെയോ നൂറയുടെയോ ശൈത്യയുടെയോ അങ്ങനെ ആരുടെയും എടുക്കൽ ഈ കളി നടക്കൂല എന്ന് ഇവർക്കെല്ലാം നന്നായിട്ട് അറിയാം. കാരണം ഉരുളക്കുപ്പേരി പോലെ കൃത്യമായിട്ട് അവർ തിരിച്ചു കൊടുക്കും, പ്രതിരോധിക്കും. ഈ പോകുന്നവന്മാരെല്ലാം വെട്ടിലാവും.
അനുമോൾക്ക് അത്രയും ഒരു കഴിവില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏത് നിമിഷവും വരുന്നവനും പോകുന്നവനും എല്ലാം കയറി കൊട്ടാൻ പറ്റിയ ഒരു ചെണ്ടയാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ ഇതേ പറ്റുള്ളൂ. ഈ പൂവാലന്മാർ വഴിയിൽ ഇരുന്നു കൊണ്ട് പെണ്ണുങ്ങളെ കമന്റ് അടിക്കുകയും പാരടി പാട്ടുപാടുകയും അപവാദങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയൊക്കെ ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ പ്രധാനപ്പെട്ട കണ്ടന്റ്. എന്തൊരു ദാരിദ്ര്യമാണ് അക്ബർ ഇത്, എന്തൊരു തോൽവിയാണോ അപ്പാനി നിങ്ങൾ. ആര്യന്റെ കാര്യം പിന്നെ പറയേണ്ടതുമില്ല, സമനില തന്നെ തെറ്റിക്കിടക്കുകയാണ്. ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്യുവാൻ വേണ്ടി ഒരു ചീവീട് പെങ്കൊച്ചുണ്ട്, രണ ഫാത്തിമ. ഇപ്പൊ അവള് തുടങ്ങാൻ പോവാണ്. അതിന്റെ കൂട്ടത്തിൽ മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് നിൽക്കുന്നത് വലിയൊരു പാവാടയും ആ പാവാടയ്ക്ക് അതിനേക്കാൾ നീളമുള്ള ഒരു വള്ളിയുമായിട്ട് നടക്കുന്ന ബിഗ് ബോസ് വീട്ടിലെ കള്ളി തമ്പുരാട്ടിയുടെ പാവാട വള്ളിയിലാണ് ഇവന്മാരെ മുഴുവൻ കെട്ടിയിട്ടിരിക്കുന്നത്. പഴയ കാലത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു അണ്ണാച്ചി കാണും. അണ്ണാച്ചിയുടെ കയ്യിൽ ഒരു ചങ്ങലയുടെ അറ്റത്ത് ഒരു കുരങ്ങുണ്ടാവും. ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്നീ കുരങ്ങിനോട് പറയുമ്പോഴേക്കും പിന്നെ കുരങ്ങിന്റെ വികൃതികളാണ്, ബഹുരസമാണ് കാണാൻ. ഇത് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുഞ്ഞിരാമന്മാർ കുറെ എണ്ണമുണ്ട്. ഷാനവാസ് ഉൾപ്പെടെ ഇപ്പോൾ കുഞ്ഞിരാമനായി പോയതിലാണ് നമുക്ക് അത്ഭുതമുള്ളത്. ഇവന്മാരൊക്കെ ആസ്ഥാന മൊണ്ണകളാണെന്ന് എഴുതി വെക്കേണ്ടി വരും. അനുമോള് ആദ്യം ആ വീട്ടിൽ ഇവനെയൊക്കെ മൊണ്ണയെന്ന് വിളിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ഒരാളാണ് ഞാൻ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രസ്താവന തിരുത്തേണ്ടി വന്നു. കാരണം അത് 100% കൃത്യമായൊരു വിലയിരുത്തൽ തന്നെയായിരുന്നു. ജിസേലിന്റെ പാവാടവള്ളിയിൽ തൂങ്ങുന്നതിനപ്പുറം ഇവന്മാർക്ക് വേറൊരു ഗെയിമില്ല. ജിസേൽ അവിടെ ഇരുന്നുകൊണ്ട് ഉറുത്തിക്കൊടുക്കും, അത് കൃത്യമായിട്ട് നിറവേറ്റുക എന്നുള്ളൊരു ഗെയിം മാത്രമേ അക്ബറിനും അപ്പാനിക്കും ആര്യനും ഒടുവിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഷാനവാസിനും ഇപ്പോൾ ഉള്ളെന്ന് തോന്നിപ്പോവുകയാണ്. വല്ലാത്ത കഷ്ടമാണിത്. എന്തായാലും ഇന്നലെ പച്ചപ്പാതിരാത്രിയിൽ ഒരു 2 മണി കഴിഞ്ഞപ്പോഴേക്കും കിറ്റ് അന്വേഷിച്ചു പോയ അനുമോൾ കണ്ടെത്തിയത് ഒരു പുതപ്പിനടിയിൽ 2 ആൾക്കാർ കിടക്കുന്ന കാഴ്ചയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള എല്ലാ സമൂഹ മാധ്യമങ്ങളിലും ഇതിപ്പോൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇത് കണ്ട് രസിക്കുകയാണ്. എന്നിട്ട് അതിനടിയിൽ നല്ലൊരു ടൈറ്റിലുമുണ്ട്, ബിഗ് ബോസ് വീട് ഇപ്പോൾ കാമകേളികളുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് എന്ന് പറഞ്ഞതുപോലെ എല്ലാം ഒടുവിൽ കറങ്ങിയടിച്ചു വരുന്നത് ബിഗ് ബോസിന്റെ തലയിലാണ്. നമ്മുടെ തമ്പുരാട്ടിയും തന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടും കൂടിയായിരുന്നു ഈ പുതപ്പിനടിയിലുണ്ടായിരുന്നത്. എന്തായാലും ബിഗ് ബോസ് അത് ലോകത്തെ മുഴുവൻ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. പുറത്തിറങ്ങുമ്പോൾ വരാൻ പോകുന്നതൊക്കെ അവരവരങ്ങ് അനുഭവിച്ചാൽ മതി എന്നുള്ള രീതിയിൽ. അല്ല പിന്നെ എത്രയോ നല്ല ആൾക്കാരുണ്ടായിരുന്നു, എന്തിനാ ബിഗ് ബോസ് അവരെയൊക്കെ കളഞ്ഞിട്ട് ഇതുങ്ങളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത് എന്ന് അനുമോൾ ഉറക്കെ ചോദിക്കുമ്പോൾ അടുക്കളയ്ക്കകത്തു നിന്നും ഒരു ചീവീട് ശബ്ദം. എത്രയോ നല്ല ആൾക്കാരുണ്ടായിരുന്നു ബിഗ് ബോസ്, പിന്നെ എന്തിനാണ് അനുമോളെ ഇതിനകത്ത് കൊണ്ടുവന്നത്? രണ ഫാത്തിമയുടെ ഈ ചോദ്യം കേട്ടുകൊണ്ട് നീ പോവണ്ണേ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ചൈനീസ് ഭാഷയിലുള്ള ഒരു മുട്ടൻ തെറി. ഏതാണ് ആ തെറി? ഇന്നലെ തന്നെ ഗ്രൂപ്പ് കൂടി പ്ലാൻ ചെയ്ത് അനുമോളെ ഇനി മുതൽ നമുക്ക് ഈ തെറി വിളിച്ച് സംബോധന ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചുറപ്പിച്ചതാണ്. അതായത് ഷൂഷു ഹാങ്ങ എന്ന് പറയുന്ന ചൈനീസ് വാക്ക്, അതിന്റെ അർത്ഥം നമുക്കറിയില്ല. പക്ഷേ ചൈനയിൽ MBBS പഠിക്കുവാൻ പോയ ഡോക്ടർ ബിന്നിക്കറിയാം. ബിന്നി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ചൈനീസ് ഭാഷ സംസാരിക്കാൻ അറിയാം, അവിടെ 4-5 വർഷം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അപ്പാനി ചോദിക്കുകയാണ്, ചൈന ഭാഷയിൽ നീ പോടി എന്ന് എങ്ങനെയാണ് പറയുന്നത്, അതൊന്ന് പറയാമോ? അപ്പോൾ ഡോക്ടർ പറയുകയാണ്, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ നല്ല തെറികളൊക്കെ എനിക്കറിയാം. ആഹാ, അത് കൊള്ളാലോ. എന്നാൽ ചൈനീസ് ഭാഷയിലുള്ള ഒരു തെറി പറഞ്ഞേ. വേണ്ട, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഇവിടെ അങ്ങനെ ഒരു തെറി പറയുന്നത് ശരിയല്ല. കുഴപ്പമില്ലെന്ന്, നമ്മൾ മാത്രമേ കേൾക്കുള്ളൂ. ഒന്ന് പറ, ഒരു തെറി പറയൂ. മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ഹിന്ദിയിലെയും മാത്രം തെറികൾ കേൾക്കുകയും അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പലയിടത്തും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്ത അണ്ണന്മാർക്ക് ചൈനീസ് ഭാഷയിലുള്ള തെറി കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഡോക്ടർ ബിന്നിയുണ്ടോ വിട്ടുകൊടുക്കുന്നു? ഒരിക്കലും ഞാൻ പറയില്ല, ശപഥം എടുത്തിരിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും അടുത്തിരുന്ന ചീവീട് കൊച്ചു പറഞ്ഞു, ആരോടും പറയണ്ട, എന്റെ ചെവിയിൽ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഡോക്ടർ ബിന്നി ചീവീടിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ വാക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ചീവീട് ഉറക്കെ പറഞ്ഞു, ഷൂഷു ഹാങ്ങ. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം അറിയണമെന്നായി. ഇല്ല, അർത്ഥം ഞാൻ പറഞ്ഞു തരില്ല, അതൊരു മുട്ടൻ തെറിയാണ്. എന്തായാലും അവിടെ വെച്ചൊരു തീരുമാനമായി. അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇനി മുതൽ അനുമോളെ നമുക്ക് ഈ ഭാഷ കൊണ്ട് സംബോധന ചെയ്താൽ മതി. അതിന്റെ ആദ്യത്തെ റിഹേഴ്സലാണ് ഇപ്പോൾ നടന്നത്. ഷൂഷു ഹാങ്ങ എന്ന് അതിനകത്തു നിന്നും ചീവീട് വിളിച്ചിരിക്കുകയാണ് രണ ഫാത്തിമ. ഇത് ഇന്നലെ നടന്നൊരു സംഭവമാണ് കേട്ടോ. ഇന്നലെ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിപ്പോഴും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിന്റെ കീഴിൽ വന്ന് ചില ആൾക്കാരൊക്കെ എന്നെ ഉപദേശിക്കുകയും ചിലരൊക്കെ തെറി പറയുകയും ചെയ്തു. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇയാൾക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? ഇയാൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്? ബിന്നിയോട് പല ആവർത്തി അവർ ചോദിച്ചിട്ടും ബിന്നി അത് പറഞ്ഞില്ല. പിന്നെ ഒരു രസത്തിന് വേണ്ടി ഷൂഷു ഹാങ്ങ എന്ന് അവർ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ വാക്കിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും തന്നെ ഇല്ല.
അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ചീവീട് കൊച്ച് ഇപ്പോൾ ഷൂഷു ഹാങ്ങ എന്ന് പറഞ്ഞപ്പോൾ അപ്പാനിച്ചേട്ടൻ വന്നിട്ട് പറയുകയാണ് ആ ഭാഷ ഇവിടെ പറയരുത്, അത് പറയാൻ പാടില്ല, അത് ശരിയായ ഒരു വാക്കല്ല. ഉടനെ തന്നെ ചീവീട് ചോദിക്കുകയാണ്, അതെന്താ ചേട്ടാ ഞാൻ അങ്ങനെ വിളിച്ചാൽ അർത്ഥമാർക്കും അറിയാത്തൊരു പദമല്ലേ അത്? ഉടനെ തന്നെ ചീവീടിന്റെ തൊട്ടടുത്ത് നിന്ന് ഡോക്ടർ ബിന്നി വിലക്കുകയാണ്, ആ വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ അന്നേരം തന്നെ പറഞ്ഞതാണ് ഇവിടെ അങ്ങനെ ഒരു വാക്ക് പറയരുതെന്ന്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റിയ വാക്കല്ല, അത് പറയരുത് എന്ന് പറഞ്ഞ് ചീവീടിനെ വിലക്കുന്നുണ്ട്. അല്ലയോ മഹാന്മാരെ, അവർ പറഞ്ഞതൊരു തമാശയ്ക്കുള്ള പദമായിരുന്നുവെങ്കിൽ, അത് ചൈന ഭാഷയിലുള്ള തെറി അല്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ബിന്നി അതിനെ വിലക്കാൻ പോകുന്നത്? എന്തിനാണ് അപ്പാനി അതിനെ വിലക്കാൻ പോകുന്നത്? അത് തെറിയല്ലല്ലോ, വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി അവർ ഉപയോഗിച്ച ഒരർത്ഥവുമില്ലാത്ത വെറുമൊരു വാക്കല്ലേ? അല്ല, വെറുമൊരു വാക്കായിരുന്നുവെങ്കിൽ ഒരിക്കലും ബിന്നി ചീവീടിനെ വിലക്കില്ലായിരുന്നു. പക്ഷെ ചീവീടിന് ഇവർ രണ്ടുപേരും വിലക്കിയിട്ടും എനിക്കൊന്ന് വിളിച്ചേ പറ്റൂ. കാരണം എന്താണ്? ഇവരുടെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം ഇതൊക്കെ തന്നെയാണ്. വയസ്സ് 19 മാത്രമേ ആയിട്ടുള്ളൂ, പക്ഷേ 35 കഴിഞ്ഞവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഷൂഷു ഹാങ്ങയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരുന്ന കാലഘട്ടത്തിൽ ചീവീടിന് നല്ല ഭാവിയുണ്ട്, അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അടുത്തതായി കാണുന്നത് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ലിവിംഗ് ഏരിയയിൽ ഇരുത്തിയിട്ട് പറയുകയാണ്, ഇന്ന് നിങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്, ആ ഗസ്റ്റിനെ സ്വീകരിക്കുവാൻ വേണ്ടി ഗാർഡൻ ഏരിയയിലേക്ക് പുറപ്പെടുക. പക്ഷെ അതിനു മുമ്പ് നല്ലൊരു സ്വാഗത ഗാനം കൂടി നിങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ട് അവിടേക്ക് പോകണം. പെട്ടെന്ന് നാടൻ പാട്ട് സ്റ്റൈലിലുള്ള ഒരു പാരഡിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വലിയ വാതിൽ തുറക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. വാതിൽ തുറക്കുന്നു, അകത്തേക്ക് ഒരാൾ വരികയാണ്. നമ്മുടെ സ്പൈക്കുട്ടനായിരുന്നു. സ്പൈക്കുട്ടൻ വന്നത് എന്തിനാണെന്ന് അറിയാമോ? ആ വീട്ടിലെ വൃത്തി പരിശോധിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ തുടങ്ങി വെച്ച പരിപാടിയാണ്. ഇപ്പോൾ സ്പൈക്കുട്ടൻ വന്നിരിക്കുകയാണ്. അടുക്കള പരിശോധിക്കുന്നു, ബെഡ്റൂം പരിശോധിക്കുന്നു. അങ്ങനെ അവിടെ എല്ലാം ചുറ്റി നടന്നിട്ട് നേരെ കൺഫെഷൻ റൂമിലേക്കാണ് സ്പൈക്കുട്ടൻ പോകുന്നത്. കൺഫെഷൻ റൂമിലേക്ക് സ്പൈക്കുട്ടന്റെ പിന്നാലെ കയറി പോകുന്ന ആൾക്കാർ ഞെട്ടുകയാണ്. അവിടെ ഇതാ ഇരിക്കുന്നു, ഇന്നലെ വീട്ടിൽ നിന്നും നിലപാടുകൾ വിളിച്ചു പറഞ്ഞിട്ട് ചങ്കൂറ്റത്തോടുകൂടി ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞ് ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്ത് ഓടി പുറത്തേക്ക് പോയ ആള് ഇപ്പോൾ എങ്ങനെയുണ്ട്? ആ വീര്യമെല്ലാം തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ദേ ആകെപ്പാടെ ചൂളി ഉറഞ്ഞ് ഇങ്ങനെ കൺഫെഷൻ റൂമിൽ വന്ന് തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ്. ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നെവിൻ എന്താണ് പറയാനുള്ളത്? അപ്പോൾ നെവിൻ സംസാരിക്കാൻ തുടങ്ങി. എന്താണ് നെവിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞ ഒരു വേർഡ് ഇത്രയും പ്രശ്നം, അതായത് എനിക്ക് തന്നെ ഭയങ്കര ഒരു മിസ്സിങ് ഫീലായിരുന്നു ഈ വീടിനോട്. അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ചതിന് ശേഷം ഈ വീട് ഗേറ്റിനപ്പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മളെ എത്രത്തോളം ആ ഒരു എന്താ പറയാ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ മിസ് ചെയ്തെന്നുള്ള ഒരു സംഭവം എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ ചെയ്തത് വലിയൊരു മിസ്റ്റേക്കാണെന്ന് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഞാനിവിടെ വന്നത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിനി കളിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനിനി പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കും. അതുകൊണ്ട് എനിക്ക് വീട്ടിനുള്ളിലേക്ക് പോയാൽ മതി എന്നായി ഇപ്പോൾ. താങ്ക് യു ബിഗ് ബോസ്, എനിക്ക് അത്രേ പറയാനായിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. പിന്നെ ഐ എം റിയലി സോറി, ഞാൻ ചെയ്ത മിസ്റ്റേക്കിനെ സോറി. ഞാൻ എന്താണെങ്കിലും എൻ്റെ 100% ഇട്ട് ഞാൻ ഇനി ഗെയിം കളിക്കും, ഉറപ്പ്. നിവിൻ, പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളെടുത്ത തീരുമാനം ആയതിനാലും നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചതിനാലും ഇനി അറിയിപ്പ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ്. താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതോടുകൂടി ബിഗ് ബോസ് തുടങ്ങി വെച്ച ഒരു നാടകത്തിന്റെ കർട്ടൻ വീണിരിക്കുകയാണ്. എന്തിനാ ബിഗ് ബോസ് ഈ നാടകമൊക്കെ കാണിച്ചത്? അല്ല, ഇങ്ങനൊരു നാടകം കാണിക്കുന്നതിൽ കൂടി ഇപ്പോൾ 10-25 ദിവസമായില്ലേ ഷോ തുടങ്ങിയിട്ട്. റേറ്റിംഗ് ഒക്കെ ഒന്ന് കുത്തനെ ഉയർത്തണ്ടേ? ഇത്തരത്തിലുള്ള ചില കുൽസിത പ്രവർത്തികളൊക്കെ കാണിക്കുന്നതിൽ കൂടി കണ്ടമാനം ആൾക്കാരെ ഈ ഷോയിലേക്ക് ആകർഷിക്കാൻ കഴിയും. റേറ്റിംഗ് ആണ് നമ്മുടെ പ്രധാനം, അല്ലാതെ പ്രേക്ഷകരോട് നീതി പുലർത്തുക എന്ന് പറയുന്നത് അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും നടക്കില്ല. അതുമാത്രവുമല്ല, ഇങ്ങനെ നീതിയും ന്യായവും ഒക്കെ നോക്കി നടന്നു കഴിഞ്ഞാൽ ഷോ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അതുകൊണ്ട് അല്ലറ ചില്ലറ തരികിടകളും ചെപ്പടി വിദ്യകളും ഒക്കെ നമുക്കും ഇറക്കേണ്ടി വരും. ഇത് ബിഗ് ബോസ് തെളിയിക്കുകയായിരുന്നു. പക്ഷേ ബിഗ് ബോസിനോടുള്ള ബഹുമാനം ആൾക്കാർക്ക് നഷ്ടപ്പെടുകയാണ്. ബിഗ് ബോസിനെ തന്നെ ചലഞ്ച് ചെയ്തിട്ട് ഒരുവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ബിഗ് ബോസിന് മുകളിൽ അയാളുടെ ശബ്ദം ഉയരുകയാണ്. ബിഗ് ബോസ് പറയുന്നതിനെ അനുസരിക്കുവാൻ അയാൾ തയ്യാറല്ല എന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അയാൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അയാളെ വീണ്ടും അകത്തേക്ക് കയറ്റിവിടുന്നു. അയാളാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് തനിക്ക് അന്നേരമുണ്ടായ പെട്ടെന്നുള്ള വികാര തള്ളിച്ചയിലൊക്കെ സംഭവിച്ചു പോയതാണെന്നാണ്. അങ്ങനെ പെട്ടെന്നുള്ള വികാര തള്ളിച്ചയിൽ അതും ഇതും വിളിച്ചു പറയുവാനും മനസ്സിൽ തോന്നുന്നതൊക്കെ കാട്ടിക്കൂട്ടുവാനും പറ്റുന്നൊരു സ്ഥലമല്ല ഇത്. അങ്ങനെ വികാര തള്ളിച്ചയിൽ പണ്ട് ചിലരൊക്കെ ചിലത് കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ അപ്പോൾ തന്നെ ബിഗ് ബോസ് വിട്ട് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്.
പക്ഷേ നിങ്ങൾക്ക് മാത്രമാണ് ബിഗ് ബോസ് ഇങ്ങനൊരു കൺസെഷൻ തന്നിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ബിഗ് ബോസിനേക്കാൾ വലിയ പുള്ളിയാണെന്ന് ബിഗ് ബോസിന് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ്. നിങ്ങളെ ബിഗ് ബോസിന് അനിവാര്യമാണ്, ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത ഘടകമാണ്. അതുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് നിങ്ങളെ. നിങ്ങളുടെ കാലിബർ ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ പോയാൽ ബിഗ് ബോസ് സീസൺ 7 പൊളിയും എന്ന ഏകദേശം ഒരു ധാരണ ബിഗ് ബോസിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ബിഗ് ബോസ് അകത്തേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ്. ഭാഗ്യവാനാണ് നിങ്ങൾ സന്തോഷിക്കേണ്ട വ്യക്തിയാണ്. ഈ സീസണിൽ നിങ്ങൾ കപ്പെടുത്തുകൊണ്ടേ മടങ്ങിപ്പോകാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് നിങ്ങൾക്ക് തരും. എന്നാലും എൻ്റെ പൊന്നു ബിഗ് ബോസെ, വല്ലാത്ത സഹതാപം തോന്നുകയാണ്. എന്തിനാണ് ഈ പൊറാട്ട് നാടകങ്ങളൊക്കെ കാണിക്കുന്നത്? കൂടുതലൊന്നും അതേപ്പറ്റി പറയുന്നില്ല. അകത്തേക്ക് വന്ന രായാവ് ദേ ആൾക്കാരെ എല്ലാം കെട്ടിപ്പിടിക്കുന്നു, അവർക്കെല്ലാം ഉമ്മ കൊടുക്കുന്നു. ആദിലയ്ക്കും നൂറയ്ക്കും ഉമ്മയുണ്ട്, ഒപ്പം അനുമോൾക്ക് 2 ഉമ്മയുമുണ്ട്. എന്നിട്ട് പറയുകയാണ്, കഴിഞ്ഞതെല്ലാം ഞാൻ മറന്നു, ഇനി മുതൽ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. അല്ല, അങ്ങനെ തന്നെ വേണം. മറക്കാനും പൊറുക്കുവാനും ഒക്കെ പറ്റുന്നൊരു ഹൃദയമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് വലിയ ആൾക്കാരാകാൻ പറ്റുമെന്നാണ് ഇതിനു മുൻപ് പോയ വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ചിട്ട് പോയിരിക്കുന്നത്. പക്ഷേ അനുമോൾ, ആദില, നൂറ ഈ ത്രയങ്ങൾ അവിടെ വലിയ സങ്കടത്തിലാണ്. അവരപ്പുറത്തിരുന്ന് പറയുന്നുണ്ട്, നമ്മളെ ഇനി കൊല്ലുകൂടി, ഇവന്മാരെല്ലാം ഒരുമിച്ച് ചേർന്ന് നമ്മുടെ നെഞ്ചത്ത് പൊങ്കാലയിടാൻ വരുമോ എന്നുള്ള ചർച്ചയാണ് അപ്പുറത്ത് നടക്കുന്നത്. അപ്പോൾ ആദിലൊരു സ്റ്റേറ്റ്മെന്റ് അടിക്കുന്നുണ്ട്. അതെ, മരിക്കുകയാണെങ്കിൽ 1 പ്രാവശ്യം മരിച്ചാൽ പോരെ, അല്ലാതെ അവനെ പോലെ 15 പ്രാവശ്യം മരിക്കേണ്ട ആവശ്യമുണ്ടോന്ന്. അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡയലോഗ് കേൾക്കുന്നത്. അപ്പോൾ നൂറ, ഇത് ബിഗ് ബോസിന്റെ ഗെയിം ആയിരുന്നു എന്ന്. നൂറയ്ക്ക് മാത്രമല്ല ഇത് തോന്നിയത് കേട്ടോ. സകലമാന മലയാളികൾക്കും ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികൾക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. അതെ, ബിഗ് ബോസിന്റെ ഒരു കളിയായിരുന്നു. ബിഗ് ബോസിന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില കുസൃതികളൊക്കെ മനസ്സിൽ തോന്നും. അതൊക്കെ കൃത്യമായിട്ട് അയാൾ നടപ്പാക്കും. തിരുവായ്ക്കെതിർവായി ഇല്ലാത്തത് കൊണ്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അനുമോൾ നന്നായിട്ട് വരണ്ടിരിക്കുകയാണ് നിവിന്റെ വരവോടുകൂടി. പക്ഷേ ആദില പറയുന്നുണ്ട്, ഇതൊരു പാർട്ട് ഓഫ് ദ ഗെയിമായിട്ട് മാത്രം കണ്ടാൽ മതി, അത് വിട്ടുകളഞ്ഞേക്ക്. ഇനി അതിനെ പൊക്കിപ്പിടിച്ച് അതിന്റെ പുറത്തൊരു പ്രശ്നവും ഉണ്ടാക്കിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ നിന്റെ നെഞ്ചത്ത് കയറാൻ സാധ്യതയുണ്ട്, വിട്ടുകളഞ്ഞേക്കാനാണ് പറയുന്നത്. അടുത്തതായി കാണുന്നത് ഒരു വലിയ രഹസ്യം ബിഗ് ബോസ് തുറന്നു കാട്ടുന്നതാണ്. രാജ്യവും രാജഭരണവും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് കൊട്ടാരം വിട്ട് ഓടിയിറങ്ങിപ്പോയ രായാവ് അയാൾ മടങ്ങി വന്നു. പക്ഷെ ഇപ്പോഴും അയാൾക്ക് ആ പഴയ ഹാങ് ഓവർ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കിച്ചണിൽ കയറും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരവുമായിട്ട് അതിനകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആര്യൻ വിളിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് പറയുകയാണ്, നീ ഇവിടുന്ന് പോയെങ്കിലും നിന്റെ ലെഗസി ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആരോടും പറയത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, മദർ പ്രോമിസ് നൽകാമെങ്കിൽ ഞാനത് പറയാം. എന്താ പറ എന്ന് പറഞ്ഞുകൊണ്ട് ചെവി വട്ടം പിടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെവിയിൽ പതിയെ ആര്യൻ മൊഴിയുകയാണ്, അനുമോളുടെ കിറ്റ് ഞാനെടുത്ത് അപ്പുറത്തെറിഞ്ഞു, ബോഡി വാഷ് ഉൾപ്പെടെ എല്ലാം എടുത്തെറിഞ്ഞു. ആ പെങ്കൊച്ച് ഇന്നലെ മുതൽ നടക്കുകയാണ്. അവൾക്ക് കൃത്യമായിട്ട് അറിയാം ആര്യൻ തന്നെയാണ് ഇത് എടുത്തത് എന്ന്. വേറെ ആരും ഈ ചീഞ്ഞ പണി കാണിക്കാൻ വരില്ല. അതുകൊണ്ട് തന്നെ നീ കള്ളനാണെന്ന് പറയുമ്പോൾ നീയാണ് കള്ളി എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ആരും കേൾക്കാതെ കാതോട് കാതോരം ഇത് മന്ത്രിക്കുകയാണ്. പക്ഷേ ബിഗ് ബോസ് അത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്തു. ഇന്ന് എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് വേണ്ടി അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവള് മാത്രമല്ല കള്ളി, കള്ളനും കൂടെയുണ്ട്. അതെ, ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കൂടെ നടക്കുകയും കൂടെ കിടക്കുകയും ചെയ്യുമ്പോൾ ഈ സ്പാർക്ക് അടിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു കളി വന്നിട്ടുണ്ട്. അതായത് ലൈവിൽ നടന്നൊരു സംഭവമാണ്. എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല. എല്ലാവരും കൂടി അനുമോളെയും അനീഷിനെയും നോമിനേറ്റ് ചെയ്ത് ജയിലിനകത്ത് കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. ആ ജയിലിനകത്ത് കിടന്ന് അവരവിടുത്തെ ജയിൽ ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദിലയും നമ്മുടെ രേണു സുധിയും കൂടി അവിടേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആദില പറയുന്നൊരു കാര്യമുണ്ട്, എടി ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ജിസയിലും ആര്യനും കൂടി അവിടെ ഒന്നുകൊണ്ട് സ്വകാര്യം പറയുന്നു. അത് കണ്ടപ്പോഴേ എനിക്കൊരു കള്ള ലക്ഷണം ഫീൽ ചെയ്തു. അതുകൊണ്ട് അവർ കാണാതെ ഞാൻ അവരെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് നിന്റെ കിറ്റ് അവരെടുത്തു കൊണ്ടുവന്ന് നിന്റെ ഡ്രോയറിനകത്ത് ഒളിപ്പിച്ചു വെച്ചു. ഇനിയിപ്പോൾ നാളെ നീ ചെന്ന് ഡ്രോയർ തുറന്ന് നോക്കുമ്പോൾ നിന്റെ കിറ്റ് അതിനകത്തുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അനുമോൾ അങ്ങനെ ഷോക്കായിരിക്കുകയാണ്. എന്തുവടി ഞാൻ ചെയ്യേണ്ടത്? ഇവരൊക്കെ എന്നെ കൊല്ലുവോടി, എന്നെ തിന്നുവോടി എന്നൊക്കെ ചോദിക്കുകയാണ്. അനുമോളെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടി ആദില ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്, ഈ സാധനം തിരികെ കൊണ്ടുവന്നിട്ടത് കള്ളനും കള്ളിയും കൂടിയാണ്, ജിസയിലും ആര്യനും കൂടിയാണ്. അപ്പോൾ ഇത് മോഷ്ടിച്ചത് ആരൊക്കെയായിരിക്കും? അവർ രണ്ടുപേരും കൂടി തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗെയിമുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗെയിമിനെ ഇഷ്ടപ്പെടുന്നവർ കൃത്യമായി വെള്ളവും വളവും കൊടുത്ത് അവർ തഴച്ചു വളരുവാൻ അവിടെ ഇടയാക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള വിലപിടിപ്പുള്ള ക്യാമറ ഉൾപ്പെടെ എല്ലാം അടിച്ചു മാറ്റി വീട്ടിലേക്ക് കടത്താനുള്ള സാധ്യത നമുക്ക് ഊഹിക്കാം. അനുമോളുടെ കിറ്റും ബോഡി വാഷും എല്ലാം എടുത്ത് ഞാൻ അപ്പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നുള്ളത് കേട്ടപ്പോഴേക്കും പഴയ രായാവ് പറയുകയാണ്, വെരി ഗുഡ്, എനിക്ക് വേണ്ടി നീ അത്രയെങ്കിലും ചെയ്തല്ലോ, അങ്ങനെ വേണം. അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം അയാളും കള്ളനാണ്.
വീട്ടിൽ കള്ളത്തരം തുടങ്ങി വെച്ചത് അയാളാണ്. പക്ഷെ അയാൾക്കൊരു ഗുണമുണ്ട്, ഭക്ഷണം മാത്രമേ അയാൾ മോഷ്ടിക്കാറുള്ളായിരുന്നു. ഇന്ന് വന്നു കയറിയപ്പോഴും മോഷ്ടിച്ചു കേട്ടോ ഈ കള്ള ഹിമാറ്. ഇടയ്ക്ക് ബിഗ് ബോസ് വീടിനകത്ത് ഒരു തട്ടുകട വന്നിട്ടുണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ. ആ തട്ടുകടയിലേക്ക് ബിഗ് ബോസ് എല്ലാവരെയും അയക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവിടുന്ന് കുറേ പഴംപൊരിയും പരിപ്പുവടയും ഉള്ളിവടയും ഒക്കെ എടുത്ത് ഇങ്ങനെ ആരും അറിയാതെ കടത്തി അടുക്കളയിൽ കൊണ്ടുവന്ന് ഒരു കാസറോളിനകത്തിട്ട് അടച്ചിട്ട് അയാൾ കൊണ്ടുവന്ന് അയാളുടെ കട്ടിലിന്റെ കീഴിൽ ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചു. ആർക്കും സംശയം തോന്നാതിരിക്കത്തക്കവണ്ണം തുണിയിട്ട് അതിനെ മൂടി വെക്കുകയും ചെയ്തു. കള്ളൻ എവിടെ ചെന്നാലും കട്ടുകൊണ്ടേയിരിക്കും. അതിലൊന്നും ആർക്കും അയാളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. ബിഗ് ബോസ് ഇതൊക്കെ കാണുന്നുണ്ട്, എല്ലാവരെയും കാണിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ആർക്കെന്തു പ്രയോജനം? രാജാവ് കയറി വന്നപ്പോൾ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. പോയപ്പോൾ ഇവിടെ എല്ലാവരും പിച്ചക്കാരെ പോലെ കൂതറകളായിട്ടിരിക്കുകയായിരുന്നു. മടങ്ങി വന്നപ്പോൾ എല്ലാവരും രാജകൊട്ടാരത്തിലെ രാജകുമാരി കുമാരന്മാരെ പോലെ വെൽ ഡ്രസ്ഡ് ആയിട്ട് വെൽ മേക്കപ്ഡ് ആയിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയാൾക്കൊരു അസ്വസ്ഥത, മാനസിക ബുദ്ധിമുട്ട്. അയാൾ പറയുകയാണ്, ഞാൻ മാത്രമാണ് ബിഗ് ബോസ് ഇപ്പോൾ കൂതറയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് കുളിച്ച് ഈ ഔട്ട്ലുക്കും ഈ ഔട്ട്ഫിറ്റും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വരട്ടെ. പിന്നെ പ്രേക്ഷകരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളാണ് എന്നെ ഇവിടേക്ക് മടക്കി കയറ്റിയത്. അതെപ്പോ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ഏത് പ്രേക്ഷകനാണ് ഇയാൾക്ക് വേണ്ടി വക്കാലത്തുമായി പോയത്? ആരാണ് ഇയാളെ പിടിച്ച് അകത്തേക്ക് കയറ്റിയത്? ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ പറയുകയാണ്, പ്രേക്ഷകർ എന്നെ കയറ്റിയതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് നൽകുകയാണ്. ഇനി ഞാൻ ഒരു കാരണവശാലും ഇവിടുന്ന് പോവില്ല നിങ്ങൾ പറയാതെ. ഇനി അവസാന സമയത്ത് ഞാൻ ഇവിടുന്ന് ഒന്നുകിൽ ഡയമണ്ട് നെക്ലസ് അല്ലെങ്കിൽ കപ്പ്, ഇത് രണ്ടിലേതെങ്കിലും ഒന്നുമായിട്ട് മാത്രമേ പോകൂ. അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാക്കാണ്. അപ്പോ ഇനി കളി മാറാൻ പോവുകയാണ് കേട്ടോ. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നെവിൻ കൊണ്ടുപോയിരിക്കും. അടുത്തതായി കാണുന്ന ഒരു കാഴ്ച, അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറിയും കൂടി ഒരു ഗൂഢാലോചനയിലാണ്. പ്രസിഡന്റ് പറയുകയാണ്, എന്റെ പൊന്നളിയ, എനിക്ക് ഈ വീട്ടിൽ നിന്നെ മാത്രമേ ഉള്ളൂ വിശ്വാസം, ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന രണ ഫാത്തിമയെയും ജിസൈലിനെയും ഡോക്ടർ ബിന്നിയെയും ഒക്കെ നിങ്ങൾ വിശ്വസിക്കാതെയാണോ കൂടെ കൊണ്ട് നടക്കുന്നത്? പക്ഷേ ആ പാവങ്ങൾ ഇത് കേൾക്കാതിരുന്നത് ഭാഗ്യമായിട്ടുണ്ട്. ഇതിനെയാണ് തൊഴുത്തിൽ കുത്ത് എന്നൊക്കെ പറയുന്നത്. ആ പാവങ്ങളെ വിശ്വസിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഏതു നിമിഷവും എന്തിനും റെഡിയായിട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചാവേറുകളായി നിൽക്കണം. അവരിവർക്ക് വേണ്ടി നല്ല വിടുപണി നടത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പറയുകയാണ്, എനിക്ക് തുള്ളി പോലും വിശ്വാസമില്ല, ഏത് നിമിഷവും ഇവരൊക്കെ തിരിഞ്ഞു കൊത്താൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ ദോഷം പറയരുതല്ലോ, അപ്പാനിയെ അയാൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അത് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അപ്പാനി വെറും പൊട്ടനാണെന്നുള്ളത് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. അപ്പാനിയെ ഇയാൾ കീ കൊടുക്കുന്നതിനനുസരിച്ച് അപ്പാനി ചലിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ അയാൾക്കൊരു ഗെയിമില്ല, അയാൾക്ക് കപ്പ് നേടണമെന്ന് വലിയ ആഗ്രഹവുമില്ല. അയ്യോ, ഇനി അപ്പാനി എങ്ങാനും കപ്പ് നേടിക്കഴിഞ്ഞാൽ അക്ബർ 2ാം സ്ഥാനത്തേക്ക് പോവില്ലേ? അതുകൊണ്ട് ഇക്കായെ ഞാൻ കപ്പില്ലാതെ വിടൂല്ല. എനിക്ക് 2ാം സ്ഥാനം തന്നെ മതി, എനിക്കത് തരണം, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് 2ാം സ്ഥാനവും ഇക്കായ്ക്ക് 1ാം സ്ഥാനവും. അങ്ങനെ പറയുന്ന പൊട്ടനാണ് ഈ അപ്പാനി. അതുകൊണ്ട് അത് നന്നായിട്ട് അറിയാവുന്ന അക്ബർ പറയുകയാണ്, എനിക്കിവിടെ നിന്നെ മാത്രമേ ഉള്ളൂ വിശ്വാസം. അടുത്തതായി കാണുന്ന കാഴ്ച ഇതാണ്. ഈ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ രണ ഫാത്തിമയെയും പിന്നെ ഡോക്ടർ ബിന്നിയെയും ഒക്കെ വിളിച്ച് അടുത്ത് കൂട്ടിയിരുത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്തുകയാണ്. അവിടെ നമ്മുടെ രാജ്യം നഷ്ടപ്പെട്ടു പോയ രാജാവ് ഇരിപ്പുണ്ട്. രാജാവിന്റെ അടുക്കൽ അടുത്ത ഒരംഗത്തിനുള്ള സാധ്യത ഇവർ ഒരുക്കുകയാണ്. എന്താണ് ചർച്ചയെന്നറിയണ്ടേ? ആദിലയ്ക്കും നൂറയ്ക്കും എതിരായിട്ട് ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അതായത്, നീ ഒന്ന് പോയി നോക്കടാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് പോടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചല്ലേ ഇയാളെ പുറത്തേക്ക് പ്രൊവോക്ക് ചെയ്ത് ഓടിച്ചു വിട്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവളുമാർക്കെതിരെ നീ ഒരു കളി കളിക്കണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഇത് പറയാൻ വേണ്ടിയാണ് തുടങ്ങുന്നത്. പക്ഷെ ആദ്യം തന്നെ അയാൾ അതിന്റെ മുന ഒടിച്ചു കളഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാനതൊക്കെ ഇന്നലെ വിട്ടു. അവരവരുടെ ഗെയിം കളിച്ചു, ഞാൻ എൻ്റെ ഗെയിമും കളിച്ചു. അത് ഇന്നലെ കഴിഞ്ഞു. അത്രയും നേരം കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന കോട്ടക്കൊത്തളങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണ്. എല്ലാം പ്ലിങ്ങിയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പാടില്ലല്ലോ. ഡോക്ടർ ബിന്നി പറയുകയാണ്, അവരിന്നലെ ഇവിടെ നീ പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, നീ ഇവിടെ വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കി, ഇവരെ തമ്മിൽ വേർപിരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു, നീ പുറത്താരാണ്ടെയൊക്കെ തമ്മിൽ വേർപിരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അവരെയും വേർപിരിക്കും എന്നുള്ള ഒരു ശപഥം നീ എടുത്തായിരുന്നു, അതുകൊണ്ടാണ് അവർ നിനക്കെതിരെ വന്നതെന്ന്. ഇതെല്ലാം ശാന്തമായി കേട്ടതിന് ശേഷം രാജാവ് പറയുകയാണ്, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തമാശയ്ക്ക് പറഞ്ഞതാണ്. ഇനി അത് സീരിയസ് ആയിട്ടാണ് അവർ ഏറ്റെടുത്തതെങ്കിൽ നോ പ്രോബ്ലം, എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞത് തന്നെയാണ്. ഇതുകൂടി കേട്ടപ്പോൾ ഉള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. നല്ലൊരടിക്കുള്ള സാധ്യത അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ആ ചൂണ്ടയിൽ അയാൾ കൊത്തിയില്ല, അയാൾ വേറെ വഴിക്ക് പോയി. പ്രതീക്ഷിച്ചത് നടക്കാത്തതിന്റെ ആ നിരാശയിൽ എല്ലാവരും കൂടി ഇങ്ങനെ പ്ലിങ്ങിയിരിക്കുകയാണ്. പക്ഷേ ആ ജാള്യത പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടി തീരുമാനിച്ചു, പതിവ് കലാപരിപാടിയിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. അതായത് അനുമോളെ വധിക്കാൻ തുടങ്ങാം. അവിടെ പാരടി പാട്ടുമായിട്ട് വീണ്ടും വരികയാണ്. സന്തോഷം പോയല്ലോ അനുമോളെ,
അനുമോളെ നീ പ്ലിങ് ആയി പോയല്ലോ, ആദിലയും നൂറയും പ്ലിങ് ആയി പോയല്ലോ, പോയവൻ തിരിച്ചു വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പാട്ട് കച്ചേരി തുടങ്ങുകയാണ്. അതെ, ഇവിടുന്ന് പോയവനാണ് നാണം കെട്ടതും പ്ലിങ്ങിയതും, അല്ലാതെ ഞങ്ങളല്ല, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. സത്യത്തിൽ ഗെയിം കളിക്കാനാണ് ഇതിനകത്തേക്ക് കയറി വന്നതെങ്കിലും ഇവർക്ക് പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല. ടാസ്കുകളല്ലാതെ വേറൊരു പരിപാടിയുമില്ല. ടാസ്കുകളാണെങ്കിൽ ബിഗ് ബോസിന് തോന്നുന്ന സമയത്താണ് കൊണ്ടുവരുന്നത്. ബാക്കിയുള്ള സമയങ്ങൾ എത്രയോ വെറുതെ കിടക്കുകയാണ്. ഈ സമയത്ത് എന്തെങ്കിലും പരിപാടി വേണ്ടേ? മുൻപൊക്കെയുള്ള സീസണുകളിൽ ഈ സമയങ്ങളിലായിരുന്നു മൈൻഡ് ഗെയിം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയങ്ങളിലായിരുന്നു പല സ്ട്രാറ്റജിക്കൽ മൂവുകളും അതിനകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ട്രാറ്റജി ഒന്നുമില്ല. ഇവിടെ ആകെപ്പാടെ ഒരു അനുമോള് മാത്രമേ ഉള്ളൂ. ആ പാവത്തിന്റെ പുറകിന് ഇങ്ങനെ നടക്കുകയാണ് വേട്ടയാടാൻ വേണ്ടി ഒരു 4-5 എണ്ണം. ഇത് കാണുമ്പോൾ പണ്ട് കംസനോട് ശ്രീകൃഷ്ണനാണെന്ന് തോന്നുന്നു പറഞ്ഞത്, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടുവെന്ന്. അക്ബറിന്റെയും അപ്പാനിയുടെയും ഒക്കെ മുഖത്ത് നോക്കി ഇത് തന്നെ പറയാനാണ് തോന്നുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ പുറത്തും അവരകത്തുമായി പോയി. അടുത്തതായി കാണുന്നത് ക്യാപ്റ്റൻസി നോമിനേഷനാണ്. അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ആകുവാൻ വേണ്ടി 3 ആൾക്കാരെ തിരഞ്ഞെടുക്കണം. വളരെ കൃത്യമായി 3 ആൾക്കാരെ തിരഞ്ഞെടുത്തു. ഒന്ന് ഇപ്പോൾ വന്ന പഴയ രാജാവുണ്ടല്ലോ, നെവിൻ, ഒന്ന്. രണ്ടാമത് ഡോക്ടർ ബിന്നി. മൂന്നാമത് ചീവീട് പെങ്കൊച്ച് രണ ഫാത്തിമ. ഈ 3-ൽ ഒരാൾ ക്യാപ്റ്റനായി വരും. ഈ 3-ൽ ആര് ക്യാപ്റ്റനായി വന്നാലും ഗ്രൂപ്പിനാണ് പ്രാധാന്യത ലഭിക്കുന്നത്. കാരണം ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത് ആര് ക്യാപ്റ്റൻ ആകണം എന്നുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് കളി കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇവിടെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇത് കണ്ടും കേട്ടും പൊറുതി മുട്ടിയിട്ട് ഇതിന് ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടി ഒനിലിന്റെയും ഷാനവാസിന്റെയും അഭിലാഷിന്റെയും നേതൃത്വത്തിൽ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകളെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേക്കും സങ്കടം പങ്കുവെക്കുന്ന ചിലരെയൊക്കെ കാണുന്നുണ്ട്. ആദിലയും നൂറയും കൂടി രേണുസുതിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ക്യാപ്റ്റൻ ആകണോ? അയ്യോ, ആകണമെന്ന് ആഗ്രഹിച്ചാലും ഇവരാക്കത്തില്ലല്ലോ, ഒരിക്കലും ആകാൻ പറ്റില്ല. എന്താണ് കാരണം? നമ്മൾ ഗ്രൂപ്പിന്റെ ഭാഗമല്ലല്ലോ. ഗ്രൂപ്പിൽ ചേർന്നാൽ മാത്രമേ ക്യാപ്റ്റൻ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശൈത്യ അനുമോളോട് പറയുകയാണ്, സ്വയം ക്യാപ്റ്റനാണ് എന്ന് കരുതുക. അപ്പോൾ വീണ്ടും അനുമോൾ പറയുകയാണ്, ഈ വീട്ടിൽ എനിക്ക് ഒരിക്കലും ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല. ഒക്കെ പറ്റുവടി. ഒരിക്കലുമില്ല. അങ്ങനെ ഞാൻ ക്യാപ്റ്റൻ ആകണമെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലണം, അവരോട് മിണ്ടണം, ആ ഗ്രൂപ്പിലെ ഒരാളായിട്ട് മാറണം. അതിന് ശൈത്യ, അങ്ങനെ നീ ക്യാപ്റ്റൻ ആകണ്ട. ഗ്രൂപ്പിസത്തിന്റെ പേരിൽ ക്യാപ്റ്റൻ ആകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. തൊട്ടു പിന്നാലെ ജയിൽ നോമിനേഷന് വേണ്ടിയുള്ള അടുത്ത കൂട്ടായ്മയ്ക്ക് വേണ്ടി ബിഗ് ബോസ് വീണ്ടും വിളിക്കുകയാണ്. അവിടെ കൃത്യമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നു കിട്ടി. അതായത് അനുമോളെയാണ് എല്ലാവരും കൂടി 1-ാം നിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 11 പേരാണ് അനുമോൾക്കെതിരെ വോട്ട് ചെയ്തിരിക്കുന്നത്. അനുമോളെ കൂടെ പിടിച്ചു വെച്ചുകൊണ്ട് രണ്ടാമതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആദ്യത്തെ ഗ്രൂപ്പ് പൊളിക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന വ്യക്തികൾ അവിടെയുണ്ട്. അഭിലാഷും ഷാനവാസും ഒനിലുമൊക്കെ അവർ പോലും അനുമോൾക്കെതിരെ വോട്ട് ചെയ്തു. അനുമോളെ ജയിലിലിടാൻ തക്കവണ്ണമുള്ള വാശി എല്ലാവരുടെയും ഉള്ളിൽ കത്തി ജ്വലിച്ച് കിടക്കുകയാണ്. കാരണം ആ വീട്ടിൽ ഏറ്റവും വൃത്തികെട്ട ഒരു ക്യാരക്ടറുള്ള സ്ത്രീ ഉണ്ടെങ്കിൽ അത് അനുമോൾ മാത്രമാണ് എന്ന് എല്ലാവരും ഒരുമിച്ച് മുദ്രകുത്തി. പ്രാകുക, തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, കുടുംബം കലക്കിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തുക, നീയൊക്കെ ഡിവോഴ്സ് ചെയ്ത് പോകത്തേ ഉള്ളെന്ന് തലയിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു പറയുക, അത്തരത്തിലുള്ള ലീലാവിലാസങ്ങളുടെ പേരിൽ അനുമോളെ ജയിലിലേക്ക് വിടുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവർ പ്രാഗിയത്? എന്തുകൊണ്ടാണ് അവർ തള്ളക്കി വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചത്? എന്തുകൊണ്ടാണ് നിന്റെയൊക്കെ കുടുംബം കുട്ടിച്ചോറായി പോകും എന്ന് വിളിച്ചു പറയാൻ കാര്യം? ഈ സ്ത്രീയുടെ പിറകിന് നടന്ന് ആക്രമിക്കുകയാണ്. അവരെ മാത്രം ഒരു കണ്ടന്റ് ആക്കി വെച്ചിട്ട് അവരുടെ പുറകിന് ഒരു പട്ടി നടക്കുന്നത് പോലെ നടന്ന് കുരച്ച് അവരുടെ വായിൽ കോലിട്ട് ഇളക്കി അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. അതൊന്നും അവിടെ ആരും കാണുന്നില്ലടേ. അതിനൊന്നും എതിരെ സംസാരിക്കുവാൻ അവിടെ ആരുടെയും നീതിബോധം അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നില്ല. ഇത് കാണുമ്പോഴാണ് നമുക്ക് ഈ ധാർമ്മിക രോഷം ഉണ്ടാകുന്നത്. അല്ലാതെ അനുമോളുടെ PR വർക്ക് ചെയ്യണമെന്ന് ഒരു താല്പര്യവുമില്ല. അനുമോളെയൊക്കെ നമ്മളിങ്ങനെ TV സ്ക്രീനിൽ കണ്ടിട്ടുള്ളതല്ലാതെ അവരെവിടുത്തുകാരിയാണ്, എന്താണ് അവരുടെ ക്യാരക്ടർ, എന്താണ് അവരുടെ ഐഡന്റിറ്റി, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് BB ഹൗസിൽ അവരെ കണ്ടതിന് ശേഷമാണ്. അതിനു മുമ്പ് ഈ സ്റ്റാർ മാജിക്കിലൊക്കെ ഇങ്ങനെ മിന്നി മറഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട്. അന്നൊന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അനുമോൾ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ വായിലൊന്നും മോശമായിട്ടുള്ള വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അവര് നിന്റെ ഭാര്യയെ പോയി വിളിക്കടാ, നിന്റെ അപ്പനെ പോയി പറയടാ, നിന്റെ അമ്മയെ പോയി പറയടാ, നിന്റെ വീട്ടിലുള്ളവരെ അങ്ങ് വിളിച്ചാൽ മതി എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിന്റെ വീട്ടിലുള്ളവരെ പോയി അങ്ങനെ അങ്ങ് വിളിച്ചാൽ മതിയടാ, നിന്റെ കുടുംബം കുട്ടിച്ചോറായി പോകത്തേ ഉള്ളൂ എന്നൊക്കെ നിങ്ങളുടെ മുഖത്ത് വെറുതെ നോക്കിക്കൊണ്ട് ഞാൻ വിളിച്ചു പറയുമോ? നിങ്ങൾ എന്തെങ്കിലും എന്നോട് ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോഴല്ലേ ഞാൻ തിരിച്ചൊരു റിയാക്ഷൻ അങ്ങോട്ടും തരുന്നത്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ആ സ്ത്രീയുടെ പുറകിന് നടന്ന് അവരെ കുത്തി മാക്സിമം കുത്തി ഇളക്കി വല്ലാതെ ചൊറിഞ്ഞ് അങ്ങേയറ്റം ഇറിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അവർ ചാടി എഴുന്നേറ്റ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. ഒടുവിൽ ഈ കുത്തിയവരുമില്ല, ചൊറിഞ്ഞവരുമില്ല, ഇറിറ്റേറ്റ് ചെയ്തവരുമില്ല, ആ പറഞ്ഞ വാക്കു മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഇപ്പോൾ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്.
ഇങ്ങനെ തന്നെ വേണം കളിക്കാൻ. ഈ കളി മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ മുൻപിൽ കൂടി അവിടുന്ന് കപ്പും എടുത്തുകൊണ്ട് അനുമോൾ രാജ്ഞിയെ പോലെ പുറത്തു വരും. ഇത് ചരിത്രമാണ്. മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതൊക്കെ ഇങ്ങനെയുള്ള കളികൾ തന്നെയാണ്. പക്ഷേ ഈ മണ്ട ശിരോമണികൾ, ഈ പൊട്ടന്മാർ ഇതൊന്നും കണ്ടിട്ടല്ലേ വന്നത്? ഇവർ പൊട്ടന്മാരാണോ അതോ ശരിക്കും പൊട്ടന്മാരെ പോലെ അഭിനയിക്കുകയാണോ? എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി കാണുന്ന മറ്റൊരു കാഴ്ച, അനുമോൾ ആകെപ്പാടെ കൺട്രോൾ പോയി നിൽക്കുകയാണ്. ആദില, നൂറ, ശൈത്യ ഇവരുടെ അടുക്കിൽ ഇരുന്നുകൊണ്ട് അനുമോൾ വിങ്ങിപ്പൊട്ടുകയാണ്. എന്തോ പറയണമെന്നുണ്ട്, തനിക്ക് ഇവിടുന്ന് വിട്ടുപോകണം എന്നുള്ള ആഗ്രഹം തൻ്റെ ഹൃദയത്തിനകത്തേക്ക് വരികയാണ്. കാരണം അത്രമാത്രം സങ്കടം തൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ആ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം പുറംലോകം കേൾക്കരുത്, ബിഗ് ബോസ് കേൾക്കരുത് എന്നുള്ള താല്പര്യത്തിൽ മൈക്ക് മാറ്റിയിട്ടാണ് പറയാൻ തുടങ്ങുന്നത്. പക്ഷേ ശൈത്യയും ആദിലയും നൂറയും പറയുന്നുണ്ട്, ആ മൈക്ക് ഇട്ടുകൊണ്ട് നിനക്ക് പറയാമെങ്കിൽ പറഞ്ഞാൽ മതി. അനുമോൾ അത് കേൾക്കില്ല, അത് മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ബിഗ് ബോസ് പെട്ടെന്ന് വിളിച്ച് വാൺ ചെയ്യുന്നുണ്ട്. ശരിക്കും അനുമോളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരൊരു BB മെറ്റീരിയൽ ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ ഇതിനെതിരെ നല്ല ഒന്നാന്തരം ഫൈറ്റ് നടത്തി മുൻപോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ നിരന്തരം അവർ ആക്രമിക്കപ്പെടുകയാണ്, വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിരന്തരമായ ആക്രമണങ്ങൾ വരുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആളുടെ കൺട്രോൾ പോയി കെട്ടുപൊട്ടി നിൽക്കുകയാണ്. മുൻപോട്ടുള്ള ഓരോ നീക്കങ്ങളും വളരെ അപകടകരമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കും എന്നുള്ളൊരു ഭയം ഇപ്പോൾ അനുമോളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ശരിക്കും കൺട്രോൾ പോയിട്ടുണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, അനുമോളുടെ ഇപ്പോഴത്തെ അവിടുത്തെ നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട ഘടകം ആദിലയും നൂറയും ശൈത്യയും ആശ്രയിച്ചു മാത്രമാണ്. അവരും കൂടി അതിനകത്തൊന്ന് പോയി കഴിഞ്ഞാൽ ഇത് നനഞ്ഞ പടക്കമായിട്ട് മാറും, കാറ്റുപോയ ബലൂണായിട്ട് മാറും. കാരണം അത്രമാത്രം തകർന്നൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നും ഇവർ മോട്ടിവേറ്റ് ചെയ്യപ്പെടണം, കയറി വരണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പണി കൊടുക്കുവാൻ ഒരുമ്പിട്ടിറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ബിഗ് ബോസ് പണി കൊടുക്കുകയും, ഇല്ല എങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത ചിലരൊക്കെ ഈ വീട്ടിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ചില സൂചനകൾ കൂടി അവർക്ക് ലഭിക്കും. അനുമോൾക്ക് മാസ് സപ്പോർട്ട് പുറത്തുണ്ട്, പണി പാളുന്നുണ്ട്. അതുകൊണ്ട് ഗതി മാറ്റി വിട്ടില്ല എന്നുണ്ടെങ്കിൽ കളി കാര്യമാകും എന്നുള്ള ആ ഒരു ഭയം ഇല്ല അവരുടെയൊക്കെ മനസ്സിനകത്ത് വരണം. ഇല്ലെങ്കിൽ ഈ അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനുമോളെ വേട്ടയാടുന്ന വേട്ടപ്പട്ടികളുടെ ആക്രമണം തന്നെയായിരിക്കും. അതല്ലാതെ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പൂവാലന്മാർക്ക് കമന്റ് അടിക്കുവാനും പാരടിപ്പാട്ട് പാടുവാനും തെറി പറയുവാനും അല്ലാതെ വേറെ എന്താണ് അറിയാവുന്നത്? അവരെ ISROയിൽ പോയിരുന്നുകൊണ്ട് റോക്കറ്റ് വിക്ഷേപണം നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഓരോരുത്തരുടെയും കൊക്കിൽ ഒതുങ്ങുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അത് മാത്രമേ കൊത്താൻ പറ്റുള്ളൂ. അത് തന്നെയാണ് അപ്പാനിയും അക്ബറും രണ ഫാത്തിമയും ബിന്നിയും ഒക്കെ കൊത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് തട്ടിക്കളിക്കുവാനും കണ്ടന്റ് ഉണ്ടാക്കുവാനും പറ്റിയൊരു ടൂളായിട്ടാണ് അവരിപ്പോൾ അനുമോളെ കാണുന്നത്. അതിനപ്പുറത്ത് അവർക്കൊരു ഗെയിമേ ഇല്ല. ഇന്ന് അനുമോൾ ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നാളെ ഇവനൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയം. അടുത്തതായി കാണുന്നത് രസകരമായ ഒരു കാഴ്ച കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുറേ സമയം ഞാൻ കുത്തിയിരുന്ന് ചിരിച്ചുപോയി. അപ്പാനി വലിയ ഹൃദയ തകർച്ചയോടുകൂടി വന്നിരുന്ന് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ആകെപ്പാടെ ഹൃദയം പൊട്ടിയ അവസ്ഥയിലാണ് സംസാരിക്കുന്നത്. വല്ലാതെ ഹൃദയത്തിന് മുറിവുണ്ടായിട്ടുണ്ട്. അയാൾ പറയുന്ന വിഷയം, ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ചോറ് വാരി കൊടുത്തിട്ടുണ്ട്. ഏതായി കുഞ്ഞുങ്ങളെന്നറിയണ്ടേ? ആദിലയും നൂറയും. അത്രയ്ക്ക് അവരോട് എനിക്ക് സ്നേഹമായിരുന്നു. എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഞാൻ അവരെ സ്നേഹിക്കുകയും താലോലിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്നലെ നെവിനെതിരെ അവരായുധം എടുത്തുകൊണ്ട് പടയ്ക്ക് പുറപ്പെട്ടപ്പോൾ അവരെ വിളിച്ചു മാറ്റി നിർത്തി ഞാൻ പറഞ്ഞു, അവനെ പ്രൊവോക്ക് ചെയ്യരുത്, അത് വലിയ പ്രശ്നമാകും, അവനെ പറഞ്ഞു വിടാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് എന്ന്. ആ സമയമായപ്പോഴേക്കും അതുവരെ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചിരുന്നവർ എടാ, ശരത്തെ, പോടാ, വാടാ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയെന്ന്. എടോ, ഇതിനെന്തിനാടോ ഇത്ര കംപ്ലൈന്റ് പറയുന്നത്? ആ പെമ്പിള്ളേർ നിങ്ങളെ എടാ, പോടാ അല്ലെങ്കിൽ ശരത്തെ എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം അങ്ങ് പൊള്ളിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ പിന്നെ എന്താ അവിടെ ഇരുന്നുകൊണ്ട് കാട്ടിക്കൂട്ടുന്നത്? ഇയാൾ എന്തെല്ലാം അസഭ്യങ്ങളും അശ്ലീലതകളുമാണ് അവിടെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? എന്തെല്ലാം നെറികേടുകളാണ്, പെണ്ണാണ് എന്ന് പോലും ചിന്തിക്കാതെ അനുമോളുടെ പുറകിന് നടന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഹൃദയം എന്ന് പറയുന്ന സാധനം? വേദന എന്ന് പറയുന്ന വികാരം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ? നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വഷളത്തരം കേൾക്കുമ്പോൾ ആ പെങ്കൊച്ച് കണ്ണുനീരോടുകൂടി പോകുന്നത് എത്രയോ പ്രാവശ്യം നീയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലെങ്കിലും ഇത് നിർത്താൻ നീ തയ്യാറായിട്ടുണ്ടോ? അക്ബർ എത്രയോ അശ്ലീലതകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, നമ്മുടെ പെങ്ങളെ പോലൊരു പാവം പെണ്ണല്ലേ, വിട്ടുകള, ഒരതിരി കടക്കരുത്, അതിനപ്പുറത്തേക്ക് പോകരുതെന്ന് ഒരിക്കലെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ? നീ ഇപ്പോഴും അനുമോളെ വേട്ടയാടാൻ വേണ്ടി നടക്കുകയാണ്. അവളെ ഏതെല്ലാം തരത്തിൽ കൊച്ചാക്കാൻ പറ്റുമോ അതിനെല്ലാമുള്ള വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നിനക്ക് നിന്നെ ആരാണ്ട് ശരത്തെ എന്ന് വിളിച്ചപ്പോൾ പൊള്ളി, നിന്നെ എടോന്ന് വിളിച്ചപ്പോൾ നിനക്ക് പൊള്ളി. ഇത് തന്നെയാണോ മറ്റുള്ളവരുടെയും വികാരം? ഇതൊക്കെ വെളിവുള്ളവനോട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് സ്വയമൊന്ന് ചിന്തിക്കണം, സ്വയമൊന്ന് വിലയിരുത്തണം. ഞാൻ എന്താണെന്നും എൻ്റെ വായിലെ വാക്കുകൾ എത്രത്തോളം ഭംഗിയുള്ളതാണെന്നും.
പിന്നീട് കാണുന്ന മറ്റൊരു രസകരമായ കാഴ്ച അപ്പാനിയും അക്ബറും കൂടി അടുക്കളയിൽ നിൽക്കുന്ന ശൈത്യയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് ജിസേലിന്റെ ട്രൗസറിന്റെ വള്ളി എന്ന്. ശൈത്യക്ക് ആദ്യം അത് മനസ്സിലാകുന്നില്ല. അക്ബർ വീണ്ടും ചോദിക്കുകയാണ്, ശൈത്യയെ, ഞാൻ ജിസേലിന്റെ ട്രൗസറിന്റെ വള്ളിയാണോ? അല്ല. അപ്പോൾ അപ്പാനി, ഞാൻ ജിസേലിന്റെ ട്രൗസറിന്റെ വള്ളിയാണോ? അല്ല. ഓ, സമാധാനമായി. അപ്പോൾ നൂറ പറഞ്ഞത് കള്ളമാണ്. എത്ര പേർക്ക് ഈ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്? നൂറ ഇവന്മാരുമായി വഴക്കിടുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞായിരുന്നു, വെറുതെ അല്ല ശൈത്യ നിന്നെക്കുറിച്ചൊക്കെ വിളിച്ചു പറയുന്നത് നീയൊക്കെ ജിസേലിന്റെ ട്രൗസറിന്റെ വള്ളിയാണെന്ന്. അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ശൈത്യ അത് സമ്മതിച്ചില്ല. രണ്ടാൾക്കാരോടും പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. എന്നാ പിന്നെ നിങ്ങൾ തമ്മിലടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നൂറയുടെ പേരെടുത്തിടുന്നത്. അപ്പോൾ നൂറ പറഞ്ഞത് കള്ളമാണ് എന്ന്. ഈ കുത്തിത്തിരിപ്പിന്റെ മാരക വേർഷനുകളാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് പാരഡി പാട്ട് പാടുകയാണ്, ബിന്നി ബിന്നി കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയല്ലോ എന്ന്. ബിന്നി മാത്രമല്ലടോ കുത്തിത്തിരിപ്പ്, നിങ്ങൾ മുഴുവൻ കുത്തിത്തിരിപ്പിന്റെ ആൾക്കാരാണ്. അപ്പാനി തുടർന്ന് ആദിലയുടെ അടുക്കൽ വരുന്നുണ്ട്. അപ്പോൾ ആദില പറയുകയാണ്, ആ ട്രൗസർ വള്ളി ഉണ്ടല്ലോ, രണ ട്രൗസർ വള്ളി, അതിനെ ഇച്ചിരി ഓയിൽ കുറച്ച് ഒന്ന് പൊരിച്ചെടുത്തത്, അതിൽ ഒരെണ്ണം എടുത്തേക്കണം. ആ ദേഹണ്ണക്കാരൻ അക്ബറിനോട് പറഞ്ഞേക്കണം ആ ട്രൗസർ വള്ളിയെ ഒന്ന് പൊരിച്ചു തന്നേക്കാൻ എന്ന് പറഞ്ഞൊരു ഡയലോഗ് അടിച്ചു വിടുന്ന കാഴ്ച കാണുന്നുണ്ട്. തിരിച്ചൊരക്ഷരം പോലും മറുപടി പറയാതെ അപ്പാനി മടങ്ങിപ്പോവുകയാണ്. കാരണം ഇത് പറഞ്ഞത് ആദില ആയതുകൊണ്ടാണ്. അത് അനുമോളാ പറഞ്ഞിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വെടിപൊട്ടിയേനെ. തുടർന്ന് കാണുന്ന കാഴ്ച ഇതുവരെയും ചിത്രത്തിൽ ഇല്ലാതിരുന്ന 2-3 ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് നടക്കുന്നതാണ്. ഷാനവാസ്, അഭിലാഷ്, ഒനിൽ, ഇവർ 3 പേരും കൂടി വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയിലാണ്. ഇവിടെ അവർക്ക് ഭീഷണിയായിട്ട് ഒരു ഗ്രൂപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. അവരാണ് തീരുമാനിക്കുന്നത് ക്യാപ്റ്റൻ ആരാകണമെന്ന്. അവരാണ് തീരുമാനിക്കുന്നത് ആരെ നോമിനേറ്റ് ചെയ്യണമെന്ന്. അവരാണ് തീരുമാനിക്കുന്നത് ടാസ്കുകൾ എങ്ങനെ കളിക്കണമെന്ന്. അതുകൊണ്ട് ഈ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ വടവൃക്ഷമായ ഗ്രൂപ്പിനെ വെട്ടിയിട്ടേ പറ്റൂ. അതിനുവേണ്ടി ഒനിൽ ഒരു നിർദ്ദേശം മുൻപോട്ട് വെക്കുകയാണ്. ആദില, നൂറ, അനുമോൾ, രേണു, സുധി, ശൈത്യ 5 ആൾക്കാരുണ്ട്. നമ്മൾ 3 പേരും കൂടി ചേരുമ്പോൾ 8 പേരാകും. അതൊരു വലിയ ഗ്രൂപ്പ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മുൻപിൽ അവസരം തുറന്നു കിടക്കുകയാണ്. ഈ പെമ്പിള്ളാരെ 5 പേരെയും നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തണം. നമ്മൾ അവരെ ചൊറിയാൻ പോകണ്ട, അവരെ നോമിനേറ്റ് ചെയ്യാൻ പോകണ്ട, അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ നമ്മൾ പോകണ്ട. അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ കാര്യം സാധിക്കണം. ഇപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഗ്രൂപ്പിനെ അടിച്ചു വീഴ്ത്താൻ പറ്റിയ സമയമാണ്. അങ്ങനെ ഔദ്യോഗികമായി ഒരു പുതിയ ഗ്രൂപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ 5 പെമ്പിള്ളാർ കൂടെ കൂടുമോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായിട്ട് ബിഗ് ബോസ് ചോദിക്കുകയാണ്, എല്ലാവർക്കും ഡ്രസ്സൊക്കെ കിട്ടിയില്ലേ? ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയി ബിഗ് ബോസ്. അങ്ങനെയുണ്ടെങ്കിൽ ഒരു ചായ സൽക്കാരമായല്ലോ. ഓ, എല്ലാവരും അമ്പരന്നിരിക്കുകയാണ്. അപ്പോഴേ എല്ലാവരും കൂടി ഗാർഡൻ ഏരിയയിലേക്ക് പോകൂ. അവിടെ ഒരു ചായ സൽക്കാരം നടത്തുകയാണ്. ഓടി അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു പാണ്ടി അണ്ണാച്ചി ഒരു തട്ടുകടയുമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അണ്ണാച്ചി കമാന്നൊരക്ഷരം മിണ്ടിയില്ല കേട്ടോ. അതിന് അയാളെ സമ്മതിക്കണം. ഇവർ പല രീതിയിൽ കുത്തി ചോദിക്കുന്നുണ്ട് പല കാര്യങ്ങളും. അണ്ണാച്ചി ചിരിച്ചുകൊണ്ട് തല കുലുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പഴംപൊരിയുണ്ട്, പരിപ്പോടയുണ്ട്, മുറുക്കുണ്ട്, അച്ചപ്പമുണ്ട്, ചായയുണ്ട്, അങ്ങനെ പല സംഭവങ്ങൾ ആവശ്യത്തിന് കഴിക്കാൻ വേണ്ടി എല്ലാ ആൾക്കാർക്കും അവിടെ അണ്ണാച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ഗംഭീര തട്ടുകട. എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ മറ്റൊരു രസകരമായ സംഭവം നടന്നിട്ടുണ്ട്. ഈ അണ്ണാച്ചിയുടെ കൂടെ പഴംപൊരി ഉണ്ടാക്കുവാൻ വേണ്ടി അനുമോളും കൂടി അങ്ങ് കൂടുകയാണ്. അനുമോള് കുക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടി. ഈ സമയത്താണ് ഞാൻ പറഞ്ഞ മോഷണം നമ്മുടെ രാജാവ് നടത്തുന്നത്. പഴംപൊരിയും പരിപ്പോടയും ഒക്കെ മോഷ്ടിച്ച് ഒരു കാസറോളിനകത്താക്കി കട്ടിലിന്റെ കീഴിൽ കൊണ്ടുവന്ന് നെവിന് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട്. എപ്പിസോഡിൽ അതില്ലായിരുന്നു, പക്ഷെ ലൈവിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അടുത്തത് ഉജാലയുടെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമാണ്. അത് അത്തപ്പൂക്കള മത്സരമാണ്. ഓണത്തോടുള്ള ബന്ധത്തിൽ പാട്ടുപാടുകയും പൂക്കളമിടുകയും അങ്ങനെ പൂക്കള മത്സരം നടത്തുകയും 2 ടീമായി തിരിഞ്ഞു നിന്നുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രോഗ്രാം അവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും മടങ്ങി വരുന്നു. പിന്നീട് കാണുന്ന കാഴ്ച രാത്രി 9 മണിക്ക് അനുമോളെയും അനീഷിനെയും ജയിലിൽ അടയ്ക്കുന്നതാണ്. ജയിലിൽ അവർക്ക് ലഭിച്ച ടാസ്ക് ലേലുവല്ലു ലേലുവല്ലു, തുറന്നുവിടണം ബിഗ് ബോസ് പ്ലീസ്. ഇത് കുറെ നോട്ട് പാഡൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ ഇരുന്ന് ആവർത്തിച്ച് എഴുതുക. എഴുതി ഓരോരോ താളുകൾ കീറിയെടുത്ത് അവിടെ ഭിത്തിയിൽ അങ്ങനെ നിരത്തി ഒട്ടിച്ചു വെക്കുക. അനീഷും അനുമോളും കൂടി ഒരുമിച്ചാണ് ജയിലിലേക്ക് പോയതെങ്കിലും അനീഷിനോട് ആർക്കും ഒരു പ്രശ്നവുമില്ല. അനീഷ് അവരുടെ ചങ്ങാതിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ അനുമോളെ കണക്കിന് കളിയാക്കിക്കൊണ്ട് എല്ലാവരും കൂടി ഡാൻസ്, പാട്ട്, പരിഹാസം, അതിനിടയ്ക്ക് ഈ ശുശുഹാങ്ങ എന്ന് പറയുന്ന തെറിവിളി, ഇതെല്ലാം അവിടെ കണക്കിന് അരങ്ങേറിക്കൊണ്ടേയിരിക്കുകയാണ്. തെറിവിളിയൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, ലൈവിൽ അത് കാണുന്നുണ്ട്. രണ, ഫാത്തിമയും നമ്മുടെ ജിസയിലും കൂടി തെറിപ്പാട്ട് പാടിക്കൊണ്ട് അവിടെ കൂടെ നടക്കുന്ന കാഴ്ചയൊക്കെ വളരെ രസകരമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒനിലിനെയും ജിസയിലിനെയും ജയിലിനകത്ത് കയറ്റി നടു ഒടിച്ചിട്ടാണ് ബിഗ് ബോസ് പുറത്തുവിട്ടത്. അതുപോലൊരു 8ന്റെ പണി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇത് കാണാൻ വേണ്ടി എല്ലാവരും വന്നു നിൽക്കുകയാണ്. എന്നാൽ എല്ലാവരും അമ്പരന്ന് പോയി. ആകെപ്പാടെ പേപ്പർ എടുക്കുക, അതിനകത്ത് എഴുതുക.
ഒരു പണി കാണാൻ വന്ന ആൾക്കാരെല്ലാം ലജ്ജയോടുകൂടി മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയും അവിടെ കാണുന്നുണ്ട്. ആദില വന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട്, ഒറ്റ ഒരെണ്ണത്തിന്റെ മുഖത്തിന് തെളിച്ചമില്ല, കാരണം നിനക്ക് വലിയ പണി കിട്ടുന്നത് കാണാൻ കാത്തിരിക്കുകയായിരുന്നു, പക്ഷെ എല്ലാവരും ചമ്മി അവിടെ പോയി ഇരിപ്പുണ്ടെന്ന് വന്ന് അനുമോളോട് പറയുന്നുണ്ട്. അടുത്തത് പാതിരാത്രി കഴിഞ്ഞു, എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ജയിലിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ടോയ്ലറ്റിൽ പോകണം. ക്യാപ്റ്റൻ, അപ്പാനി, പൊട്ടൻ വന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. തുറന്നു കൊടുത്തു. അവർ ടോയ്ലറ്റിൽ പോയിട്ട് മടങ്ങിയെത്തുന്നു. ജയിലിൽ അനുമോൾക്ക് ആകെപ്പാടെയുള്ള ഒരു സമാധാനം അനുമോളുടെ ആ പാവക്കുട്ടിയാണ്. ആ പാവക്കുട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഈ നാറിക്ക് ഇത് കണ്ടപ്പോൾ കലിപ്പെടുത്തു. അവൻ ജയിലിനകത്തേക്ക് കയറിയിട്ട് ആ പാവയെ വലിച്ചൊരൊറ്റ ഏറാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ തന്നെ തീരുമാനിക്കണം, ഇതൊക്കെയാണോടെ ഗെയിം എന്ന് പറയുന്നത്? ഈ നാണം കെട്ട ഇവനൊക്കെ ഇത്രയും ചീള് കേസായി പോയല്ലോ. ഇവനെ ഒരു സിനിമാ നടൻ എന്ന് എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും? എന്തൊരു വൃത്തികെട്ട ക്യാരക്ടറാണ്. പാതിരാത്രിയിൽ ആ പെങ്കൊച്ചിനെ ആ ജയിലിനകത്ത് പോലും അവൻ സ്വൈരമായിട്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. അവിടെയും സ്വൈരം നഷ്ടപ്പെട്ട ആ കൊച്ചു കിടന്ന് കരയുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും വെളുപ്പിന് 4 മണിയോടുകൂടി അവരുടെ ടാസ്ക് ഒക്കെ അവർ പൂർത്തിയാക്കി. അനീഷ് പറയുന്നുണ്ട്, ബിഗ് ബോസിന്റെ ഈ സീസണിലെ ചരിത്രത്തിൽ ഏറ്റവും ഭംഗിയായി ടാസ്ക് പൂർത്തിയാക്കിയത് ഞങ്ങളാണ്. ഒരു ഉഡായിപ്പും ഞങ്ങൾ കാണിച്ചിട്ടില്ല. ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് വളരെ ഭംഗിയായി തന്നെ ഞങ്ങൾ നിവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാരും ഉറങ്ങാൻ കിടക്കുന്ന കാഴ്ചയോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. വീണ്ടും ഓർപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.